വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മലപ്പുറം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ പുലി പിടിച്ചതായി സംശയം. അടക്കാക്കുണ്ട് പാറശ്ശേരിയിലാണ് സംഭവം. റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിന് പോയ തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, ഇയാളെ എപ്പോഴായിരുന്നു കാണാതായത്? പുലി പിടിച്ചതാണ് എന്ന് സംശയിക്കത്തക്ക സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇന്ന് രാവിലെയാണ് രണ്ടുപേർ ഈ ടാപ്പിങ്ങിന് വേണ്ടി ഈ തോട്ടത്തിലേക്ക് പോകുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടമാണ്. അവിടെ സ്ഥിരമായി ടാപ്പിങ്ങിന് പോകുന്നവരാണ് രണ്ടുപേരും. അത് ഈ ഗഫൂറിനെയാണ് പുലി പിടിച്ചത്. അത് ഒപ്പമുള്ള ടാപ്പിംഗ് തൊഴിലാളി തന്നെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അല്പം ദൂരത്തു നിന്ന് എന്തോ കൊണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. അതാണ് പിന്നീട് ഉടനെ പോലീസിനെയും അതുപോലെ വനംവകുപ്പ് അധികൃതരെയും അറിയിച്ചത്. തുടർന്ന് ഏകദേശം 1 മണിക്കൂറിലധികം പോലീസും RRT സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ റബ്ബർ തോട്ടത്തിന് സമീപത്തു നിന്ന് തന്നെ ഈ ഗഫൂറിന്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത്. അത് പുലി ആണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. അതിന്റെ വിശദമായ പരിശോധന വനംവകുപ്പ് എന്തായാലും നടത്തി വരികയാണ്. ഈ ഗഫൂറിന്റെ മൃതദേഹം ഇപ്പോൾ തുടർ നടപടികളിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന് നടന്നുകൊണ്ടിരിക്കുന്നത്. അർഷൻ, ഇന്ന് പുലർച്ചെ ടാപ്പിങ്ങിന് ഇറങ്ങിയ തൊഴിലാളിയെയാണ് പുലി പിടിച്ചത് അല്ലേ? തീർച്ചയായും ഇന്ന് പുലർച്ചെയാണ്. ഇന്ന് 5 മണിയോട് കൂടിയാണ് ഇവർ രണ്ടുപേർ ചേർന്ന് റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നത്. പതിവായി പോകുന്നതാണ് ഈ തോട്ടത്തിലേക്ക്. അവിടെ പോകുന്നതിനിടയിലാണ് ഒരാൾ ടാപ്പിംഗ് ആരംഭിച്ചിരുന്നു. മറ്റൊരു ഭാഗത്തേക്ക് പോയി. അതിനുശേഷം അയാളെ കാണാതായി. അതിനകത്ത് ചില ശബ്ദങ്ങൾ കേൾക്കുകയും എല്ലാം ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളി കാണുന്നുണ്ടായിരുന്നു. അവർ സംശയം തോന്നി. പിന്നീടാണ് ഇയാളെ ഒട്ടും കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇത് പുലി പിടിച്ചതാണ് എന്നതെല്ലാം സംശയം പിന്നീട് പോലീസിൽ അറിയിക്കുകയും നാട്ടുകാരെ അറിയിക്കുകയും അപ്പോൾ തന്നെ തെരച്ചിൽ ആരംഭിക്കുകയുമായിരുന്നോ? തീർച്ചയായിട്ടും വനംവകുപ്പും അവരുടെ RRT സംഘവും പോലീസും ഉടൻ തന്നെ ഈ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. അല്പം മുമ്പാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കുകളോടെ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും അത് പുലിയാണോ അതോ കടുവയാണോ എന്നുള്ളൊരു സംശയം വനംവകുപ്പിനും ഉണ്ട്. അവയെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നുള്ള നിലപാട് തന്നെയാണ് വനംവകുപ്പ്. ഈ പ്രദേശത്ത് പുലി ശല്യം ഉണ്ടായിരുന്നോ? എന്താണ് അത് സംബന്ധിച്ച വിവരങ്ങൾ? ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിൽ അത്തരം പുലിയുടെയോ കടുവയുടെയോ സാന്നിധ്യം ഉള്ളതായി വനംവകുപ്പിന് പരാതിയോ അല്ലെങ്കിൽ നാട്ടുകാരുടെ പരാതിയോ ഒന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ ചില സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും അത് റബ്ബർ തോട്ടത്തിലെത്തി ജനങ്ങളെ ആക്രമിക്കുന്ന വിധത്തിലേക്കോ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന വിധത്തിലുള്ള ശല്യം ഉള്ളതായിട്ടും നാട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് വളരെ നേരത്തെ രാവിലെ വളരെ നേരത്തെ തന്നെ ഇവർ ടാപ്പിംഗ് ജോലിക്കും പോയി തുടങ്ങിയിരുന്നത്. എന്തായാലും ഇപ്പോൾ അത്യാഹിതം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു യുവാവിന്റെ ജീവൻ തന്നെ നഷ്ടമായിട്ടുണ്ട്. അത് പുലിയാണോ കടുവയാണോ എന്നുള്ളൊരു സംശയം മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പിനുള്ളത്. എന്തായാലും മൃതദേഹം മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ കാളികാവിൽ കടുവ ഇറങ്ങിയിട്ടുള്ള ചരിത്രമുണ്ടോ? ഈ അടുത്ത കാലത്ത് വലിയ തോതിലുള്ള പരാതികളൊന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വനംവകുപ്പിന് അത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി അവരും പറയുന്നില്ല. നേരത്തെ ഇത്തരം ഈ മേഖല കാളികാവ് മേഖല പുലിയുടെയോ അല്ലെങ്കിൽ കടുവയുടെയോ ശല്യമുള്ളതായോ ഇല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ നടത്തിയോ ഒന്നും വനംവകുപ്പും ഇതുവരെ നടത്തിയിട്ടില്ല. ഇതൊരു അപൂർവമായി തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് വനംവകുപ്പും പ്രതികരിക്കുന്നത്. ഹർഷൻ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുണ്ടോ? സ്വാഭാവികമായും ഈ കേരളത്തിലുടനീളം മലയോര മേഖലയിൽ ഈ റബ്ബർ തോട്ടങ്ങളിലൊന്നും പണിക്കിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതി നിലവിലുണ്ട്. വലിയ തോതിൽ വന്യമൃഗങ്ങളുടെ ശല്യം നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഈ നിലയ്ക്ക് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ആളുകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും പ്രതിഷേധം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശം തന്നെയാണ് ഈ റബ്ബർ ടാപ്പിംഗ് നടക്കുന്ന ഈ റബ്ബർ തോട്ടവും ഉള്ളത്. അവിടെ ഇത്തരത്തിലുള്ള ഒരു അത്യാഹിതം സംഭവിച്ച ഒരാളുടെ ജീവൻ തന്നെ നഷ്ടമാവുന്ന സാഹചര്യം ഉണ്ടായത് പ്രതിഷേധം ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ അല്പം മുമ്പ് മാത്രമാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഈ RRTയും വനംവകുപ്പും പോലീസും ചേർന്ന് സ്ഥലം പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. അപ്പോഴാണ് ഈ മൃതദേഹവും കണ്ടെത്താനായത്. പ്രതിഷേധത്തിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിനും ഇല്ലെങ്കിൽ പ്രതിഷേധം നിയന്ത്രിക്കുന്നുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. വർഷം, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ ആരെങ്കിലും പ്രതികരിച്ചോ? അത് അങ്ങനെയുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്?
ഉണ്ട്. അവരും എല്ലാവരും ഈ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എന്താണ് ഇതിന്റെ വസ്തുത എന്നുള്ളത് അവർ പരിശോധിച്ചു വരികയാണ്. വനംവകുപ്പ് അധികൃതർക്ക് മാത്രമാണ്, പോലീസിന് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പരിശോധന നടത്തുകയും സ്ഥലത്തെത്തി ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഈ ഒരു ഒപ്പമുണ്ടായിരുന്ന ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ അറിവ് മാത്രമാണുള്ളത്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. അത് കാണാതായി എന്നുള്ളത് മാത്രമായിരുന്നു ആ റബ്ബർ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരിശോധന നടത്തുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഇപ്പോൾ മൃതദേഹം, ഈ ഗഫൂറിന്റെ മൃതദേഹം സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രതികരണം ഉണ്ടാവും, പക്ഷേ അവർ ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച് വരികയാണ്. ഹർഷൻ. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിൽ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ പുലിയാണോ കടുവയാണോ എന്ന് തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പുലി പിടിച്ചതായി ആണ് കരുതുന്നത്. എന്തായാലും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് ടാപ്പിങ്ങിന് ഇറങ്ങിയതാണ്. അവിടെ 2 പേരാണ് ടാപ്പിങ്ങിന് പോയത്. അതിലൊരാളാണ് ഇത് കണ്ടത്. അങ്ങനെ പുറം ലോകം അറിയുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ തിരച്ചിലിനിറങ്ങി. പക്ഷേ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതാണ് വിവരം. കേരളത്തിൽ എല്ലായിടത്തും ഇപ്പോൾ ഈ വന്യമൃഗശല്യം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലെ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.